കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. മകേരം സ്ത്രീ നക്ഷത്രമായി വന്നാൽ അതിന് ഏതെല്ലാം പുരുഷ നക്ഷത്രങ്ങൾ നമുക്ക് ചേർക്കാം? മകേരം സ്ത്രീ നക്ഷത്രമാണ്. മകേരം 1-ാം പാദവും 2-ാം പാദവും വരുന്നുണ്ട്. അതായത് ആദ്യത്തേതും അവസാനത്തേതും വരുന്നുണ്ട്. 2 പാദത്തിലാണ്. 1, 2, 3, 4 എന്ന പാദത്തിൽ തിരിച്ചിട്ടുണ്ട്. അതില് ആ പാദത്തില് മകേരം ആദ്യത്തെ 1ഉം 2ഉം ഭാവം നമുക്ക് നോക്കാം. പുരുഷ നക്ഷത്രം ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതില് ഉത്തമമായിട്ട് ചേർക്കാൻ പറ്റുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ചേർക്കാം. അശ്വതി ഉത്തമമാണ്. രോഹിണി ഉത്തമമാണ്. ഉത്തമമായ ആ ഒരു നാളുകൾ, പുരുഷ നാളുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മകേരത്തിന് അശ്വതി ഉത്തമമാണ്, രോഹിണി ഉത്തമമാണ്, ചോതി ഉത്തമമാണ്, മൂലം ഉത്തമമായിട്ട് ചേർക്കാം. ഉത്രാടം 1, 2, 3, 4 പാദത്തിൽ വരുന്ന ഉത്രാട നക്ഷത്രക്കാരെ നമുക്ക്, പുരുഷ നക്ഷത്രത്തിലുള്ള 1, 2, 3, 4 വരുന്നുണ്ടെങ്കിൽ ഈ 4 പാദത്തിലുള്ളവരെ നമുക്ക് ഇതിലേക്ക്, അതായത് ഉത്രാട നക്ഷത്രക്കാരെ നമുക്ക് മകേര സ്ത്രീയുടെ നക്ഷത്രത്തിലേക്ക് നാളുകൾ എടുക്കാം. പിന്നെ തിരുവോണം എടുക്കാം, ഉത്രട്ടാതി എടുക്കാം. ഇനി അതിൽ തന്നെ ഉത്കൃഷ്ടമായിട്ട്, ഇതിപ്പോൾ ഉത്തമമാണ് പറഞ്ഞത്, ഉത്കൃഷ്ടമായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റുന്ന നാളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷ നക്ഷത്രങ്ങൾ ഭരണി ചേർക്കാം. നമുക്ക് ഭരണി മകേര നാളിന് ഉത്കൃഷ്ടമായിട്ട് വരുന്നതാണ് ഭരണി. കാർത്തിക 1-ാം പാദവും 2-ാം പാദവും എടുക്കാം. 3-ഉം 4ഉം പാദം എടുക്കണ്ട. 1-ാം പാദവും 2-ാം പാദവും എടുക്കാം. പിന്നെ മകേരത്തിന് എടുക്കേണ്ടത് 1-ാം 2ഉം പാദം എടുക്കാം. 1ഉം 2ഉം വരുന്ന മകേരത്തിനോട് ചേരുന്ന, മകേരം സ്ത്രീ നക്ഷത്രമാണെങ്കിലും മകേരം പുരുഷ നക്ഷത്രം എടുക്കാം. അതിൽ നാളുകൾ തമ്മിലുള്ള അകൽച്ചയില്ലെങ്കിലും ബാക്കിയുള്ള പൊരുത്തങ്ങൾ ചേരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് പൊരുത്തമായിട്ട് കണക്കാക്കാവുന്നതാണ്. പിന്നീടുള്ളത് പൂയം നക്ഷത്രം. പൂയം ചേർക്കാം. ഉത്രം 2, 3, 4 പാദം ചേർക്കാം. അത്തം, അനിഴം ഇതെല്ലാം ഉത്കൃഷ്ടമായിട്ട് വരുന്ന നക്ഷത്രങ്ങളാണ്. അനിഴം, പൂരാടം, അവിട്ടം 1-ാം പാദവും 2-ാം പാദവും 3-ാം പാദവും 4-ാം പാദവും 4 പാദത്തിലുള്ള അവിട്ട നക്ഷത്രക്കാരെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പൂരോരുട്ടാതി 2 പാദം മാത്രം, അതായത് ആദ്യത്തെ പാദവും 2-ാമത്തെ പാദവും മാത്രം എടുത്താൽ മതി. പിന്നെ 3-ാമത്തത് ഗ്രഹനില അനുസരിച്ച് വേണം ചേർക്കാൻ. ചതയവും രേവതിയും നമുക്ക് എടുക്കാം. ഇത് ഇത്രയും പറഞ്ഞ നക്ഷത്രങ്ങൾ ഉത്കൃഷ്ടമായിട്ട് ചേരുന്ന പൊതുവായ നക്ഷത്രങ്ങളാണ്. അതിൽ 1-ാം പാദവും 2-ാം പാദവും 3-ാം പാദവും 4-ാം പാദവും എടുത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ചില നക്ഷത്രങ്ങൾക്ക് 1-ാം പാദവും 2-ാം പാദവും ചേരും, 3ഉം 4ഉം നമുക്ക് ചേർക്കാൻ സാധിക്കാതെ വരാം. അത് ചിലപ്പോൾ ഉദാസീനാവാം, ചിലപ്പോൾ മധ്യമാവാം. ഉത്കൃഷ്ടവും ഉത്തമമുള്ള പൊരുത്തങ്ങൾ 1ഉം 2ഉം പാദം എടുത്ത് പറയുമ്പോൾ അത് തന്നെ നമ്മൾ ആ നാളുകൾ ആ പാദത്തിൽ വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ആ ജാതകത്തിന് നമ്മൾ പരിഗണന കൊടുത്താൽ മതി. വിവാഹ പൊരുത്തം മകേരം അവസാനത്തെ 30 നാഴിക. അവസാനത്തെ 30 നാഴികയാണ്. മകേരം 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, 2 കൂറിലാണ് വരുന്നത്. അവസാനത്തെ 30 നാഴിക മകേരം നക്ഷത്രം. സ്ത്രീ നക്ഷത്രം മകേരമാണെങ്കിൽ അതിൽ ഏതൊക്കെ നാളുകൾ, പുരുഷ നാളുകൾ നമുക്ക് ചേർക്കാമെന്ന് നോക്കാം. പുരുഷ നക്ഷത്രത്തില് ഉത്തമമായിട്ട്, മകേര നക്ഷത്രത്തിന് ഉത്തമമായിട്ട് ചേർക്കാൻ സാധിക്കുന്ന ആദ്യത്തെ നാളുകൾ അശ്വതി ചേർക്കാം, രോഹിണി ചേർക്കാം, മൂലം ചേർക്കാം. ഉത്രാടം 1, 2, 3, 4 പാദത്തിലുള്ളവരെ എടുക്കാം. ഉത്രാടം 4 പാദവും ചേർക്കാം നമുക്ക്. തിരുവോണവും ഉത്രട്ടാതിയും ചേർക്കാം. അതായത് ഇത് ഉത്തമ പൊരുത്തം വരുന്ന നക്ഷത്രങ്ങളാണ്. സ്ത്രീ നക്ഷത്രം മകേരം അവസാനത്തെ 30 നാഴികയാണെങ്കിൽ ഈ പറയുന്ന നാളുകൾ നമുക്ക് ഉത്തമമായിട്ട് എടുക്കാം. ഇതിൽ മധ്യമം ഞാൻ എടുത്തിട്ടില്ല. പിന്നീട് വരുന്ന ഉത്കൃഷ്ടമായിട്ട് നമുക്ക് ചേർക്കാൻ കഴിയുന്ന, അതായത് ഉത്തമവും കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അടുത്തത് ഉത്കൃഷ്ടത്തിലേക്ക് നോക്കാം. അങ്ങനെയാണ് സാധാരണ. ഉത്തമം മിക്കവാറും 9 പൊരുത്തങ്ങളായിരിക്കും. 8.5, 9 പൊരുത്തം എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടായിരിക്കും. അടുത്തത് ഉത്കൃഷ്ട പൊരുത്തം കിട്ടുന്ന മകേരം അവസാനത്തെ 30 നാഴിക സ്ത്രീ നക്ഷത്രം വരുമ്പോൾ അതിന് പുരുഷ നക്ഷത്രമായിട്ട് ചേർക്കേണ്ട നക്ഷത്രങ്ങൾ ഭരണി ചേർക്കാം. കാർത്തിക 1, 2, 3, 4, അതായത് കാർത്തിക 4 പാദത്തിലുള്ളവരെ നമുക്ക് എടുക്കാം. മകേരം 4 പാദത്തിലുള്ളവരെ എടുക്കാം. തിരുവാതിര എടുക്കാം. തിരുവാതിര നക്ഷത്രം നമ്മുടെ മകേരം അവസാനത്തെ 30 നാഴിക സ്ത്രീ നക്ഷത്രത്തിനോടുകൂടി ചേർക്കാം. പൂയം ചേർക്കാൻ പറ്റും. ഉത്രം 4 പാദത്തിലുള്ളത് എടുക്കാൻ പറ്റും. 1-ാം പാദവും 2-ാം പാദവും 3-ാം പാദവും 4-ാം പാദവും നമുക്ക് ചേർക്കാം. ഉത്രം 4 പാദത്തിലുള്ളവരെ നമുക്ക് മകേരം അവസാനത്തെ 30 നാഴികയിലേക്ക് ചേർക്കപ്പെടാം. അത്തം, ആ നാളുകൾ പുരുഷ നാൾ അത്തമാണെങ്കിൽ മകേരം, സ്ത്രീ നാളാണെങ്കിൽ അവസാനത്തെ 30 നാഴികയിലേക്ക്, അതായത് അതിലേക്ക് നമുക്ക് ചേർക്കുന്നതിന് വിരോധമില്ല. ചോതി, അനിഴം, പൂരാടം, അവിട്ടം, ചതയം, പൂരോരുട്ടാതി 1-ാം പാദം 2-ാം പാദം 3, 4, അതായത് പൂരോരുട്ടാതി 4 പാദത്തിലുള്ളവരും മകേരത്തിന്റെ അവസാന പാദത്തിലുള്ളവർക്ക് ചേർക്കാവുന്ന നാളുകളാണ്. രേവതിയും ചേർക്കാം. ഇത് ഉത്കൃഷ്ട നാളുകളായിട്ടാണ് വരുന്നത്.